ചില കോടതി വിധികൾ മനസാക്ഷിയുള്ള മനുഷ്യർ കേൾക്കാൻ ആഗ്രഹിച്ചിരുന്നതാണ്. ആ ആഗ്രഹത്തിന് പൂർണ്ണമായ തൃപ്തി നൽകുന്ന കോടതി വിധികൾ ഉണ്ടാകുമ്പോൾ നന്മയുള്ള മനുഷ്യരെല്ലാം സന്തോഷിക്കും. ഗ്രീഷ്മ എന്ന കാമുകിക്ക് ഇപ്പോൾ കോടതി നൽകിയ വധശിക്ഷ കേരള ജനത ശരിക്കും ആസ്വദിക്കുകയാണ് എന്ന് പറയേണ്ടതുണ്ട്. അവരുടെ പ്രായം ചെറുപ്പമാണെങ്കിലും അവർ ചെയ്ത കുറ്റത്തിൻ്റെ വലിപ്പം കോടതി കണ്ടെത്തിയാണ് അപൂർവങ്ങളിൽ അപൂർവമായ കേസാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ചത്. കോടതി വിധികൾ ഉൾപ്പെടുത്തുന്ന ഒരു ചാനലായതുകൊണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഇന്നത്തെ എപ്പിസോഡ് പോവുകയാണ്. ഷാരോൺ വധക്കേസിൽ 1-ാം പ്രതിയാണ് പാറശാല പൂമ്പള്ളിക്കോണം ശ്രീനിലയത്തിൽ ഗ്രീഷ്മ. ഈ ഗ്രീഷ്മയ്ക്കാണ് ഇന്ന് വധശിക്ഷ കോടതി വിധിച്ചത്. ഗ്രീഷ്മയുടെ അമ്മാവനായ നിർമ്മലകുമാരൻ നായർക്ക് 3 വർഷം തടവും 2 ലക്ഷം രൂപ പിഴയും വിധിച്ചിട്ടുണ്ട്. വിധി കേട്ടപാടെ ഷാരോണിന്റെ മാതാപിതാക്കൾ പൊട്ടിക്കരയുകയായിരുന്നു. എന്നാൽ ഈ വിധി കേട്ടിട്ടു പോലും പ്രതിയായ ഗ്രീഷ്മയ്ക്ക് ഒരു പാവവ്യത്യാസവും കോടതിയിൽ ഇല്ലായിരുന്നു. അപൂർവങ്ങളിൽ അപൂർവമായ കേസാണെന്ന് കണ്ടെത്തി തന്നെയാണ് കോടതി ഇതിന് വധശിക്ഷ തന്നെ വിധിച്ചത്. നെയ്യാറ്റിങ്കര അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി AM ബഷീറാണ് ഗ്രീഷ്മ എന്ന ഈ കള്ളക്കാമുകിക്ക് വധശിക്ഷ വിധിച്ചത്. 3 മാസമെടുത്തു കോടതിയിൽ ഈ വാദം പൂർത്തിയാകാൻ. ഈ അന്വേഷണം നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥരെ അഭിനന്ദിക്കാനും കോടതി മടിച്ചില്ല. അന്വേഷണ രീതി മാറിയ കാലത്തിനനുസരിച്ച് പോലീസ് തന്നെ അന്വേഷണം പുതുമയുള്ള രീതിയിൽ മാറ്റിയെടുത്തുകൊണ്ട് യഥാർത്ഥ പ്രതികളെ ശിക്ഷ വിധിക്കുന്നതിലേക്ക് തന്നെ പ്രോസിക്യൂഷൻ കാര്യങ്ങൾ കോടതിയെ ബോധ്യപ്പെടുത്തി എന്ന് കോടതി നിരീക്ഷിച്ചു. ശിക്ഷിക്കപ്പെടാൻ ഈ പെൺകുട്ടി ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം അതിനുവേണ്ടി കോടതിയിൽ പലതും ഈ പെൺകുട്ടി പറഞ്ഞു. കോടതി ചോദിച്ചു, എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് കഴിഞ്ഞ ദിവസം ചോദിച്ചപ്പോൾ ഗ്രീഷ്മ പറഞ്ഞത്, എനിക്ക് പഠിക്കണം, 24 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ, MA ലിറ്ററേച്ചറിൽ ഉയർന്ന മാർക്ക് നേടിയ ആളാണ്, ഏക മകളാണ്, പരമാവധി ശിക്ഷ ഇളവ് നൽകണം എന്ന് പറയുകയും ഒരു കത്ത് നൽകുകയും അനുബന്ധമായി ഡാൻസ് ഉൾപ്പെടെയുള്ള പല കലാസാംസ്കാരിക വേദികളിൽ നേടിയ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കുകയും ചെയ്തു. പക്ഷേ ഇതൊന്നും തന്നെ കോടതി പരിഗണിച്ചില്ല. കാരണം ആധുനിക്കുന്നതിനേക്കാളും കൂടുതലായി വളരെ ക്രിമിനൽ സ്വഭാവമുള്ള ഒരു മൈൻഡ് ഈ പെൺകുട്ടിക്കുണ്ടെന്ന് തന്നെ പ്രോസിക്യൂഷന്റെ വാദം കോടതി അംഗീകരിക്കുകയായിരുന്നു. പറഞ്ഞ വാക്ക്, പ്രോസിക്യൂഷൻ ഉപയോഗിച്ച വാക്ക് ചെകുത്താന്റെ സ്വഭാവമുള്ള പെൺകുട്ടി എന്നാണ്. ഷാരോൺ അനുഭവിച്ച വേദന, ഈ വിഷക്കായം കലർത്തി കൊടുത്ത പാനീയം കുടിച്ച ശേഷം ഈ ഷാരോൺ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, ഗ്രീഷ്മയുടെ കാമുകൻ, 10 ദിവസത്തോളം അനുഭവിച്ച വേദന ഡോക്ടർമാർ കോടതിയിൽ മൊഴിയായി നൽകുകയുണ്ടായി. അതും കോടതി ഗൗരവമായി തന്നെ എടുത്തു. ശിക്ഷിക്കപ്പെടാൻ ഷാരോൺ അവസാന നിമിഷം വരെയും ആഗ്രഹിച്ചില്ല എന്നുള്ളതാണ്. ഗ്രീഷ്മ ഒരിക്കലും ഒരു ശിക്ഷയ്ക്കും വിധേയമാകരുത് എന്ന് ഈ വിഷക്കായം കലർത്തിയ പാനീയം കൊടുത്തത് കുടിച്ച് ആശുപത്രി കിടക്കയിൽ വേദന കൊണ്ട് പുളയുമ്പോൾ പോലും ആ ചെറുപ്പക്കാരൻ ആഗ്രഹിച്ചില്ല. മരണക്കിടക്കയിൽ പോലും സ്വന്തം കാമുകിയായ ഗ്രീഷ്മയെ ഷാരോൺ സ്നേഹിച്ചു എന്നുള്ളത് നമുക്കെല്ലാം വേദനയുണ്ടാക്കുന്ന കാര്യമാണ്. മരണമൊഴിയിൽ പോലും ഗ്രീഷ്മയുടെ പേര് ആ ചെറുപ്പക്കാരൻ പറഞ്ഞില്ല. ഷാരോണിന് പരാതിയുണ്ടോ ഇല്ലയോ എന്നുള്ളത് പ്രസക്തമല്ല എന്ന് ആണ് കോടതി അക്കാര്യത്തിൽ നിരീക്ഷിച്ചത്. ഗ്രീഷ്മയുടെ പ്രായത്തിന്റെ ഇളവ് ഈ കൊടിയ കുറ്റത്തിന് ഒരു തരത്തിലും ഇളവ് നൽകാൻ പര്യാപ്തമല്ലെന്ന് കോടതി നിരീക്ഷിച്ചു. പ്രണയബന്ധത്തിനിടയിലും
ഗ്രീഷ്മ പലവട്ടം ഷാരോണിനെ കൊല്ലാൻ ശ്രമിച്ചിരുന്നു. ഗ്രീഷ്മ നടത്തിയത് വിശ്വാസവഞ്ചനയാണ്. വധശ്രമം തെളിഞ്ഞെന്നും വിധിനായത്തിൽ കോടതി വ്യക്തമാക്കുകയുണ്ടായി. ജ്യൂസിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് ഷാരോണിന് അപ്പോൾ തന്നെ അത് കുടിക്കുമ്പോൾ തോന്നിയിരുന്നു. അതുകൊണ്ടാണ് കൂടെയുണ്ടായിരുന്ന യുവാവ് ആ വീഡിയോ ചിത്രീകരിച്ചത്. മരണക്കിടക്കയിലും ഷാരോൺ ഗ്രീഷ്മയെ വാവേ എന്നായിരുന്നു വിളിച്ചത്. കാരണം പ്രണയബന്ധ കാലത്തിലൊക്കെ തന്നെ ഷാരോൺ ആ പെൺകുട്ടിയെ വാവേ എന്നായിരുന്നു സ്നേഹപൂർവ്വം വിളിച്ചിരുന്നത്. പ്രതിയെ ഷാരോൺ മർദ്ദിച്ചു എന്നും അതിൻ്റെ കാരണത്താലാണ് ഷാരോണിനെ കൊല്ലാൻ തീരുമാനിച്ചത് എന്നും ഉള്ള പ്രതിഭാഗത്തിന്റെ വാദം കോടതിയിൽ തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. സ്നേഹിക്കുന്ന ഒരാളെയും വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന സന്ദേശമാണ് ഗ്രീഷ്മ ഈ നാടിന് നൽകിയത്. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ വേണ്ടിയാണ് ഷാരോണിനെ ഗ്രീഷ്മ വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തിയത്. 11 ദിവസമാണ് ഈ ചെറുപ്പക്കാരൻ ഒരു തുള്ളി വെള്ളം പോലും ഇറക്കാൻ കഴിയാതെ ആശുപത്രിയിൽ കിടന്ന് ഉളഞ്ഞത്. പക്ഷേ എന്നിട്ട് പോലും അയാൾ ഗ്രീഷ്മ ആണ് ഇത് ചെയ്തതെന്ന് പറഞ്ഞില്ല. മരിച്ചിട്ടും ഷാരോണിനെ വ്യക്തിഹത്യ ചെയ്യാനാണ് അയാളുടെ കാമുകിയായ ഗ്രീഷ്മ ശ്രമിച്ചത് എന്നുള്ളത് ഇവരുടെ മാനസിക വൈരുദ്ധ്യത്തെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. മരിക്കാൻ കിടക്കുമ്പോൾ പോലും കാമുകി കുറ്റക്കാരിയാണെന്ന് പറയാതെ മരിച്ചുപോയ ഒരു ചെറുപ്പക്കാരനും മരിച്ചു കഴിഞ്ഞിട്ട് പോലും അയാളെ കുറ്റക്കാരനാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ച ഒരു കാമുകിയുമാണ് ഇതിലെ കഥാപാത്രങ്ങൾ. പക്ഷേ പിടിച്ചു നിൽക്കാനുള്ള എല്ലാ പ്രതിയുടെ കൗശലങ്ങളെല്ലാം തന്നെ ഇവിടെ കോടതിയിൽ ജയിക്കാതെ പോയതാണ് നമ്മൾ ഇപ്പോൾ കാണുന്ന ചിത്രം. അന്വേഷണം വഴിതിരിച്ച് വിടാൻ ഗ്രീഷ്മ ഒരു സമയം ആത്മഹത്യാ ശ്രമം തന്നെ നടത്തി. 48 സാഹചര്യ തെളിവുകളാണ് ഗ്രീഷ്മയ്ക്കെതിരെ ഉണ്ട് എന്ന് കോടതി കണ്ടെത്തിയത്. ഇത് ഒരു പ്രാവശ്യമല്ല, ഘട്ടം ഘട്ടമായി തന്നെ ഷാരോണിനെ കൊല്ലാനായിരുന്നു ഗ്രീഷ്മ ശ്രമിച്ചത്. പരമാവധി ആസൂത്രണം നടത്തിയ ശേഷമാണ് ഈ കൊലപാതകം നടത്താൻ ആ പെൺകുട്ടി തീരുമാനിച്ചത്. പരമാവധി ശിക്ഷ നൽകരുതെന്ന് ഒരു നിയമവും ഇല്ലെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് പരമാവധി ശിക്ഷയായ ഈ വധശിക്ഷ കോടതി വിധിച്ചത്. കോടതി മുറിയിൽ എത്തിയതിന് ശേഷം ഗ്രീഷ്മ കരഞ്ഞിരുന്നു. പക്ഷേ കോടതി മുറിയിൽ അഭിഭാഷകർക്കൊപ്പം അജ്ഞാതനായ ഒരാൾ എത്തിയിരുന്നതായി റിപ്പോർട്ടുകളുണ്ട്. ഇയാളെ പോലീസ് പിന്നീട് കോടതി മുറിയിൽ നിന്നും പുറത്താക്കിയിരുന്നു. കഴിഞ്ഞ ദിവസം ഗ്രീഷ്മയും അമ്മാവനും കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. ഗ്രീഷ്മയ്ക്കെതിരെ ചുമത്തപ്പെട്ട കുറ്റങ്ങൾ കൊലപാതകം, ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ തുടങ്ങിയവയാണ്. ഈ കുറ്റങ്ങളെല്ലാം തന്നെ തെളിയിക്കാൻ പ്രോസിക്യൂഷന് ഭംഗിയായി സാധിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ തെളിവുകളുടെ അഭാവത്തിൽ ഗ്രീഷ്മയുടെ അമ്മ സിന്ധുവിനെ കോടതി വെറുതെ വിടുകയും ചെയ്തിരുന്നു. ഗ്രീഷ്മയുടെ ജാമ്യം റദ്ദാക്കി അട്ടക്കുളങ്ങര വനിതാ ജയിലിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞു. ഇന്ന് രാവിലെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷമാണ് ഗ്രീഷ്മയെ കോപാറശാല കോടതിയിൽ എത്തിച്ചത്. ഈ കൊലപാതകം നടന്നത് 2022 ഒക്ടോബർ 14 പാറശാല മുര്യങ്കര JP ഹൗസിൽ ഷാരോൺ രാജ് എന്ന തന്റെ കാമുകന് കഷായത്തിൽ വിഷം കലർത്തി ഗ്രീഷ്മ നൽകിയത്. ഈ പ്രണയബന്ധം നിലനിൽക്കുമ്പോൾ തന്നെ ഒരു സൈനികനുമായി നിശ്ചയിച്ച തന്റെ വിവാഹ ബന്ധത്തിന് തടസ്സം ഷാരോൺ കാരണം ഉണ്ടാകുമെന്ന് ഭയപ്പെട്ടിട്ടാണ് ഗ്രീഷ്മ കാമുകനെ വധിക്കാൻ തീരുമാനിച്ചത്. ഗ്രീഷ്മയുടെ ശ്രമങ്ങൾക്കെല്ലാം അമ്മയും അമ്മാവനും ഒത്താശ ചെയ്തെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. കളനാശിനി അഥവാ ഈ ചെറുപ്പക്കാരന് കൊടുത്ത വിഷദ്രാവകം ഗ്രീഷ്മയ്ക്ക് വാങ്ങി നൽകിയത് നിർമ്മലകുമാരൻ നായർ എന്ന അമ്മാവനാണ്. 2022 ഒക്ടോബർ 25 ഷാരോൺ മരണപ്പെട്ടത്. തിരുവനന്തപുരം റൂറൽ SP ആയിരുന്ന D ശില്പയുടെ നേതൃത്വത്തിലുള്ള
സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ് ഈ കേസ് അന്വേഷിച്ചത്. ദൃക്സാക്ഷികൾ ഇല്ലായിരുന്നു. സാഹചര്യ തെളിവുകൾ മാത്രമാണ് ആശ്രയിക്കാൻ കഴിഞ്ഞത്. ഡിജിറ്റൽ ഫോറൻസിക് ശാസ്ത്രീയ തെളിവുകളെല്ലാം തന്നെ ഗ്രീഷ്മയ്ക്ക് എതിരായി വന്നു. കഴിഞ്ഞ ഒക്ടോബർ 15 കോടതിയിൽ ഈ വിചാരണ ആരംഭിച്ചത്. ഈ മാസം ജനുവരി 3 ഈ വിസ്താരം അവസാനിക്കുകയും ചെയ്തു. 95 സാക്ഷികളെയാണ് കോടതി വിസ്തരിച്ചത്. സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ VS വിനീത് കുമാർ, അഡ്വക്കേറ്റ്മാരായ അൽഫാസ് മഠത്തിൽ, നവനീത് കുമാർ, VS എന്നിവർ പ്രോസിക്യൂഷന് വേണ്ടി ഹാജരാവുകയുണ്ടായി. പ്രതിഭാഗത്തിന് വേണ്ടി ഹാജരായത് പ്രഗത്ഭനായ ഒരു അഭിഭാഷകനാണ് ശാസ്തമംഗലം അജിത് കുമാർ. എന്നിട്ടും പ്രതിയെ രക്ഷിക്കാൻ ശാസ്തമംഗലം അജിത് കുമാറിനും കഴിഞ്ഞില്ല. കാരണം കുറ്റം ചെയ്ത വ്യക്തിയെ കൊലക്കയറിലേക്ക് നയിക്കുന്നതിന് തക്കതായ തെളിവുകൾ കോടതി ചൂണ്ടിക്കാട്ടി. അതിനെ മറികടക്കാൻ പ്രതിഭാഗം വക്കീലിന് കഴിഞ്ഞില്ല എന്ന് ചുരുക്കി പറയാം. ഗ്രീഷ്മയ്ക്ക് ചെകുത്താന്റെ സ്വഭാവമാണെന്നും വധശിക്ഷ തന്നെ നൽകണമെന്നും കഴിഞ്ഞ ദിവസം പ്രോസിക്യൂഷൻ കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു. ജഡ്ജി പ്രതിയെ ചേംബറിലേക്ക് തന്നെ വിളിപ്പിക്കുകയുണ്ടായി. കാര്യങ്ങൾ അദ്ദേഹം നേരിട്ട് പ്രതിയോട് ചോദിച്ചറിഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ. പ്രായം പരിഗണിച്ച് പരമാവധി ശിക്ഷ ഇളവ് നൽകണം എന്നും കോടതിയോട് ഗ്രീഷ്മ അഭ്യർത്ഥിച്ചു. ഒരു ക്രിമിനൽ പശ്ചാത്തലം മുമ്പില്ല എന്നുള്ള വാദവും ഒക്കെ തന്നെ ഈ പെൺകുട്ടി കോടതിയുടെ മുമ്പാകെ ശിക്ഷയുടെ ഇളവിനു വേണ്ടി പറയുകയുണ്ടായി. നെയ്യൂർ ക്രിസ്ത്യൻ കോളേജിലെ അവസാന വർഷ BSc റേഡിയോളജി വിദ്യാർത്ഥിയായിരുന്നു കൊല്ലപ്പെട്ട ഷാരോൺ. ആ ചെറുപ്പക്കാരനെ നിഷ്കരുണം മരണത്തിലേക്ക് വലിച്ചെറിഞ്ഞ ഈ കാമുകിക്ക് ഒരിക്കലും മാപ്പ് നൽകാൻ കേരളീയ മനസ്സാക്ഷി ഉണ്ടാവുകയില്ല. ഈ പെൺകുട്ടിയുടെ വധശിക്ഷ കേരളം ശരിക്കും കയ്യടിയോടെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. കാരണം പ്രണയം നടിച്ച് കാമുകനെ കൊലക്കയറിലേക്ക് എറിഞ്ഞു കൊടുത്തിട്ട് പിന്നെ മറ്റൊരു വിവാഹ ബന്ധത്തിലേക്ക് പോകാൻ മനസ്സുകൊണ്ട് തയ്യാറെടുത്ത ഒരു പെൺകുട്ടി അപൂർവങ്ങളിൽ അപൂർവമാണെന്ന് നമുക്ക് പറയാം. പക്ഷേ നമ്മുടെ സാക്ഷര കേരളത്തിലും ഇതൊക്കെ നടക്കുന്നു എന്നുള്ളത് ലജ്ജയോടുകൂടി മാത്രമേ നമുക്ക് കണ്ടു നിൽക്കാൻ കഴിയുകയുള്ളൂ.